ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മാനേജ്മെന്റ് സെക്രട്ടറി, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റ് അധ്യാപകരെ, സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് MES സംഘടിപ്പിച്ച സെക്കൻഡ് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച ഈ പരിപാടിയിലേക്ക് എനിക്ക് അവസരം തന്ന സംഘാടകരോട് ആദ്യമായി തന്നെ എൻ്റെ സന്തോഷവും നന്ദിയും പങ്കുവയ്ക്കട്ടെ. നേരത്തെ ഷഫീഖ് സാർ സൂചിപ്പിച്ച ഒരു കാര്യം, മുമ്പൊക്കെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ 40-45 മിനിറ്റൊക്കെ ആയിരുന്നു. പിന്നെ അത് കുറഞ്ഞ് 20-25 മിനിറ്റിലേക്ക് എത്തി. ഇപ്പോൾ പുതിയ കുട്ടികൾക്ക് അത് വീണ്ടും കുറഞ്ഞ് 5 മിനിറ്റിൽ താഴെ അറ്റൻഷൻ സ്പാനുള്ള ഒരു അവസ്ഥയാണ്. 5 മിനിറ്റ് കൂടുതൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു വാക്ക് ബോറടിക്കുന്നു എന്നാണ് പറയുന്നത്. വല്ലാത്ത ബോറടിക്കുന്നു എന്നാൽ ചെറിയ കുട്ടികളൊക്കെ പറയുന്ന ഒരു വാക്കാണ്. ഞാനൊക്കെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പം പറയുന്ന ബോറടിക്കുന്നു എന്നുള്ള വാക്ക് ഇപ്പം എൻ്റെ മോൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ പറയും ബോറടിക്കുന്ന 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോഴേക്ക്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ അറ്റൻഷൻ സ്പാൻ മാറി. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ബോറടി എന്നുള്ളത് സ്ട്രിക്ട്ലി പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഒരു സർക്കംസ്റ്റാൻഷ്യൽ എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല, നമ്മൾ മാത്രം അതിൽ ബുദ്ധിമുട്ടും. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാം. നമ്മുടെ ജൂൺ 19 എന്ന വായനാ ദിനം, അതിനുശേഷമുള്ള ഒരാഴ്ചത്തെ വായനാ ദിന വാരാചരണം, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, എന്തിനാണ് അത് PN പണിക്കരുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വർഷങ്ങളായിട്ട് നമ്മൾ വായനാ ദിനത്തോടനുബന്ധിച്ചും വായനാ വാരാചരണത്തോടനുബന്ധിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷേ അപ്പോഴും മൗലികമായി അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ജൂൺ 19 വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്ര പേര് PN പണിക്കരെ ഓർക്കും? PN പണിക്കരെ എല്ലാവർക്കും അറിയില്ലേ? പിന്നെല്ലാം ഓർക്കുന്നു അല്ലേ? PN പണിക്കരെ കുറച്ചും കൂടി അൺപോളിഷായി ചോദിച്ചാൽ, ആരെങ്കിലും PN പണിക്കരെ ഓർക്കുമോ? ജൂൺ 19 ഒരു വായനാ ദിനം ഇല്ലെങ്കിൽ ആരെങ്കിലും PN പണിക്കരെ ഓർക്കുമോ എന്നുള്ളതാണ് ആ ചോദ്യം. സത്യസന്ധമായ ഒരു ഉത്തരം അതില്ല എന്ന് തന്നെയായിരിക്കും. കാരണം നമ്മുടെ ഈ കറൻസി നോട്ടിൽ ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ ഗാന്ധിജിയെ പോലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മറന്നു പോകുന്ന ഈ കാലത്ത് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ സൃഷ്ടിക്കുന്നതിൽ അല്ലെങ്കിൽ പാകപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മറന്നു പോകുന്ന ഈ കാലത്ത് ഒരു കക്ഷി രാഷ്ട്രീയവുമില്ലാത്ത PN പണിക്കരെ നമ്മൾ ഓർക്കുമെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാണ്. അപ്പം പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ട് ഗാന്ധിജീനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും PN പണിക്കരെയും ഒക്കെ നമ്മൾ ഓർക്കും. എന്നാൽ അത്ര പോലും ഓർക്കാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവനൊക്കെ കളഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ ചരിത്രത്തിൻ്റെയും ചവറ്റുകോട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ അല്ലൂരി സീതാരാമ രാജുവിനെ ചരിത്ര വിദ്യാർത്ഥികളല്ലാതെ എത്ര ആളുകൾ കേട്ടിട്ടുണ്ട്? അങ്ങനെ ഒരാൾ കേട്ടിട്ടുണ്ടോ? അല്ലൂരി സീതാരാമ രാജു ഹൈദരാബാദിലെ സ്വാതന്ത്ര്യ സമരകാലത്ത് റാംബാലഹള നയിച്ച് ഗോത്രവർഗക്കാരെ സംഘടിപ്പിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അല്ലൂരി സീതാരാമരാജുവിനെ നമ്മുടെ ചരിത്രത്തിൽ പലപ്പോഴും അറിയപ്പെടാതെ പോകുന്നു. മാതങ്കിനി ഹസ്ര ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മാതങ്കിനി ഹസ്ര ബംഗാളിൽ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ 83 വയസ്സുള്ള വയോധിക, ഗാന്ധിപുരി എന്ന പേരിലുള്ള ആ വയോധികയെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. അതേപോലെ കർത്താർ സിംഗ്, ഭഗത് സിംഗിനെ നമ്മൾ കേട്ടിട്ടുണ്ടോ? 21ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട ഭഗത് സിംഗിനെ അറിയാം. കർത്താർ സിംഗിനെ നമുക്ക് അറിയോ? കർത്താർ സിംഗിനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് അതിലും ചെറിയ പ്രായത്തിൽ 19ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ട ആളാണ് കർത്താർ സിംഗ്. അതേപോലെയാണ് പിയർ അലിഖാൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി പിയർ അലിഖാൻ. ഇവരെ ഒന്നും നമ്മളെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ മനഃപൂർവ്വം തന്നെ വലിച്ചെറിയപ്പെട്ട ആളുകളാണ്. എന്നിട്ടും എത്രയോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആ പേരുകൾ നിങ്ങളുടെ മുമ്പിൽ പറയാനും അതിനെ പരാമർശിക്കാനും സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അത്രയും വർഷമായിട്ട് നമ്മളാരും അറിയപ്പെടാത്ത ഒരാളെ നിങ്ങളുടെ മുമ്പിൽ പരാമർശിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ്?
അവിടെയാണ് നമ്മുടെ എഴുത്തിൻ്റെയും വായനയുടെയും പ്രാധാന്യം. ഇവരുടെ ജീവിതങ്ങളൊക്കെ ആരൊക്കെയോ അക്ഷരങ്ങളാക്കി വെച്ചു, അത് ആരൊക്കെയോ വീണ്ടും എഴുതി, വീണ്ടും വായിച്ചു, മറ്റുള്ളവരെ വായിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ മൺമറഞ്ഞു പോയ നമ്മുടെ പല ആളുകളും, നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച പല ആളുകളും വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. അതാണ് വായനയുടെയും എഴുത്തിൻ്റെയും ഒരു പ്രധാന മഹത്വമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം വായനയെ പറ്റി പറയുമ്പോൾ കാൾ സാഗൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യവുമായിട്ട് വളരെ താതാത്മ്യം പ്രാപിക്കുന്ന ഒരു കാര്യം കാൾ സാഗൻ പറഞ്ഞിട്ടുണ്ട്. കാൾ സാഗൻ ഒരു സാഹിത്യകാരനല്ല, കാൾ സാഗൻ ഒരു ശാസ്ത്രകാരനായിരുന്നു. കോസ്മിക് എന്നൊരു പുസ്തകത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പുസ്തകം എഴുതി പ്രപഞ്ചത്തിനെ പറ്റിയും പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയെ പറ്റിയും പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും വിശാലമായി പറഞ്ഞ ഒരു ശാസ്ത്രകാരനാണ് കാൾ സാഗൻ. അദ്ദേഹം പറഞ്ഞൊരു വാചകം, എ ബുക്ക് പെർമിറ്റ് us എ വോയേജ് ത്രൂ ടൈം ടു ടാപ്പ് ദ വിസ്ഡം ഓഫ് അവർ ആൻസെസ്റ്റേഴ്സ്. നമ്മുടെ മുൻഗാമികളുടെ ബൗദ്ധിക ശേഷിയെ തൊട്ടറിയാൻ നമുക്കൊരു പുസ്തകത്തിലൂടെ സാധിക്കുമെന്ന്. അതേപോലെ വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, എ ഗ്ലാൻസ് അറ്റ് എ ബുക്ക് യു മേ ഹിയർ ദ വോയിസ് ഓഫ് അനദർ പേഴ്സൺ പെർഹാപ്സ് ഡൈഡ് 1000 years ago. അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ശബ്ദം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പുസ്തകം തുറക്കുന്നതിലൂടെ കാണാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ മുമ്പ് മൺമറഞ്ഞു പോയ പല ആളുകളുടെയും ശബ്ദം കൂടിയാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന പല പുസ്തകങ്ങളും. ഇതിനോട് സാദൃശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പഴയ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്. സ്വപ്നം കാണുക, സ്വപ്നങ്ങൾ നിങ്ങളെ ചിന്തയിലേക്ക് നയിക്കും, ആ ചിന്ത പ്രവൃത്തിയിലേക്ക് നയിക്കും. അത് കേട്ടിട്ടില്ലേ? അത് കേട്ടിട്ടുണ്ടോ? പക്ഷേ നമ്മളെന്താ ചെയ്യുക? നമ്മളതിൽ ആദ്യത്തെ വാചകം മാത്രം എടുക്കും, സ്വപ്നം കാണുക മാത്രം ചെയ്യും. അതിനപ്പുറത്തേക്കുള്ള ചിന്തയിലേക്കോ പ്രവൃത്തിയിലേക്കോ പോകുന്നത് വളരെ കുറവായിരിക്കും. കാരണം അങ്ങനെ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ വായന കുറവാണ്. നമുക്ക് ജീവിതവുമായി അടുത്തിടപഴകാനുള്ള സാഹചര്യങ്ങൾ കുറവാകുമ്പോഴാണ് നമ്മൾ സ്വപ്നത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത്. അതിനപ്പുറത്തേക്കുള്ള ചിന്തയിലേക്കോ ചിന്ത കഴിഞ്ഞിട്ടുള്ള പ്രവൃത്തിയിലേക്കോ നമുക്ക് എത്തപ്പെടാൻ സാധിക്കാതിരുന്നത്. അദ്ദേഹം വളരെ അധികം പുസ്തകങ്ങളെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. ഒരു കഥയിൽ ഒരു കാര്യം പറഞ്ഞത്, അദ്ദേഹം ഒരു യാത്രയ്ക്ക് പോവുകയാണ്. വലിയൊരു ദീർഘയാത്രയ്ക്ക് പോകുമ്പം ഒരുപാട് ലഗേജുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്, വസ്ത്രങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി പോകുമ്പം അദ്ദേഹത്തിൻ്റെ കൂടെ സഹായിയായിട്ടുള്ള ആൾ പറഞ്ഞു, സാർ നമ്മുടെ ലഗേജ് വളരെ കൂടുതലാണ്, ഇന്ന് കുറേ സാധനങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ അദ്ദേഹം നോക്കി ഇതിലേതൊക്കെ ഒഴിവാക്കുന്നു, കുറേ എല്ലാ സാധനങ്ങളും തിരഞ്ഞു നോക്കി. അവസാനം അദ്ദേഹം പറഞ്ഞു, വേണമെങ്കിൽ വസ്ത്രങ്ങൾ ഒഴിവാക്കാം, പുസ്തകങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല എന്ന്. അതായിരുന്നു അദ്ദേഹത്തിന് വായനയോടുള്ള അഭിനിവേശം. എന്നാൽ അതിനേക്കാളും ഒരുപാട് വായനയോട് അഭിനിവേശമുള്ള ക്രാന്തദർശിയായ ഒരു വ്യക്തിയായിരുന്നു PN പണിക്കർ. PN പണിക്കരെ പറ്റി പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിൻ്റെ ആ കാലഘട്ടം കൂടിയാണ്. 1909, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം, PN പണിക്കർ ജീവിച്ചിരുന്ന കാലഘട്ടം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു ലൈബ്രറി സ്വന്തം നാട്ടിൽ നിർമ്മിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. 17ാമത്തെ വയസ്സിൽ വായനയുടെ പ്രത്യേകതകളും വായനയുടെ ആവശ്യവും മനസ്സിലാക്കി 17ാമത്തെ വയസ്സിൽ ലൈബ്രറി സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം നമ്മൾ ഓർക്കണം. വായന എന്താണെന്ന് അറിയാത്ത ആളുകൾ വളരെ കുറച്ച് ആളുകൾ മാത്രം അറിയുന്ന ഒരു സാഹചര്യം. പട്ടിണിയും പരിവട്ടവുമായി നിൽക്കുന്ന ആൾക്കാരോട് വായിക്കാൻ പറയുമ്പോൾ ഇയാൾക്ക് ഭ്രാന്താണോ എന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിലെ മുക്കിലും മൂലയിലും ലൈബ്രറി വേണമെന്നും ആളുകൾ വായിക്കണമെന്നും വളരെ അശ്രാന്ത പരിശ്രമം നടത്തി കേരളത്തിലുടനീളം നടന്ന് വായനയെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച അദ്ദേഹത്തെ ഓർക്കാതെ പോകാൻ വയ്യാത്തത് നമുക്കതുകൊണ്ടാണ്. വായനയുടെ അനുഭവം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഐൻസ്റ്റീനോട് അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരൻ അയാൾ കുട്ടിയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ പഠിത്തത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു ഉപദേശം ചോദിച്ച ഐൻസ്റ്റീനോട്. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, റീഡ് ഫെയറി ടൈൽസ്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ കയ്യിൽ നിന്ന് ആൾ പ്രതീക്ഷിച്ച മറുപടി അല്ല അത്. യക്ഷിക്കഥകൾ വായിക്കാനാണ്. കുട്ടി പഠിത്തത്തിലേക്ക് ആകർഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞത് യക്ഷിക്കഥകൾ വായിക്കാനാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല.
അപ്പോൾ അയാൾ ഒന്നുകൂടി ചോദിച്ചു, ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തു, അവനെ കൂടുതൽ ഇൻ്റലക്ച്വൽ ആക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ റീഡ് മോർ ഫെയറി ടെയിൽസ്, അപ്പോൾ കൂടുതൽ യക്ഷിക്കഥകൾ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും അദ്ദേഹം ഉദ്ദേശിച്ചതും മറ്റാൾക്ക് മനസ്സിലാവാതെ പോയതുമായ കാര്യം, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഇമാജിനേഷൻ വളരെയധികം കൂടുന്നു. ആ ഇമാജിനേഷനിൽ നിന്ന് നിങ്ങളുടെ ബൗദ്ധിക ശക്തി വളരെയധികം കൂടുന്നു എന്നുള്ളതാണ്. ഇതിനർത്ഥം നിങ്ങളാരും വായിക്കാത്തവരാണ് എന്നല്ല, വായിക്കുന്നവരാണ്. പക്ഷെ വായിക്കുന്നത് എന്താണെന്നും എങ്ങനെയാണ് എന്നുള്ളതും വ്യത്യസ്തമായി ആളുകൾ കാണുന്നു എന്നുള്ളതാണ്. വായനയുടെ കാഴ്ചപ്പാടുകൾ മാറി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പി എൻ പണിക്കരെ പറ്റി പറയുമ്പോൾ, കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചത് പി എൻ പണിക്കരാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? അങ്ങനെ അറിയില്ലേ? കേരള ഗ്രന്ഥശാല സംഘം ഉണ്ടെന്നറിയില്ലേ? അങ്ങനെ അറിയാം? കേരള ഗ്രന്ഥശാല സംഘം കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ ലൈബ്രറികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന സംഘടനയാണ് കേരള ഗ്രന്ഥശാല സംഘം. അത് സ്ഥാപിച്ചത് പി എൻ പണിക്കരാണ്. അദ്ദേഹം അത് സ്ഥാപിക്കുന്നത് 1945 ആദ്യമായിട്ട് അതിനെ പറ്റിയിട്ട് ചർച്ചകൾ നടക്കുന്നതും ഒരു സമ്മേളനം നടക്കുന്നതും 1947 അത് രജിസ്റ്റർ ചെയ്തു. 1958 അത് കേന്ദ്ര ഗ്രന്ഥശാല സംഘം രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം 1977 വരെ പി എൻ പണിക്കരായിരുന്നു അതിൻ്റെ സെക്രട്ടറി. 1977 അത് ഗവൺമെൻറ് ഏറ്റെടുത്തതോടുകൂടി അദ്ദേഹം അതിൽ നിന്ന് മാറി. അദ്ദേഹം അതിൻ്റെ സെക്രട്ടറി ആയില്ല എന്ന് മാത്രമല്ല, പിന്നെ ഇത്രയും കാലം ഈ ലൈബ്രറി കേരള ഗ്രന്ഥശാല സംഘം കൊണ്ടുവന്ന് ഉണ്ടാക്കിയ ആള് ആ സംഘത്തിൻ്റെ ആരുമല്ലാതായി മാറി എന്നുള്ളതാണ് ഒരു കാര്യം. അതാണ് നമുക്ക് ഏറ്റവും വിഷമകരമായ കാര്യം. 1970 ശേഷം അദ്ദേഹം ആരുമല്ലാതെ അതാണ് നമ്മുടെ നാട്ടിലെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളും അതിലൊന്നാണ്. പക്ഷെ അദ്ദേഹം വെറുതെ ഇരുന്നില്ല. അതാ രസം. ഞാനുണ്ടാക്കിയ ഇത്രയും വലിയ കാര്യങ്ങൾ ഒന്നുമല്ലാതായിട്ടും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. അദ്ദേഹം അടുത്ത സംഘടനയ്ക്ക് രൂപം കൊടുത്തു, കാൻഫെഡ് എന്ന് പറഞ്ഞാൽ കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അനൗപചാരിക വിദ്യാഭ്യാസ സമിതി എന്ന് പറഞ്ഞിട്ട്. ആ അനൗപചാരിക വിദ്യാഭ്യാസ സമിതിയുടെ തുടർ പ്രവർത്തനമാണ് കേരളത്തെ മൊത്തം ഒരു പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറിയതിൻ്റെ തുടക്കമിട്ടത്. ആ സംഘടനയാണ് 1991 കേരളം ഒരു സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറുന്നതിന് തുടക്കമിട്ടത് എന്നും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. വായനയെപ്പറ്റി പറയുമ്പോൾ, വായന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായനയുടെ അനുഭവം ഒരു വാക്കിലോ ഒരു വാചകത്തിലോ ഒരു ഉപന്യാസത്തിലോ ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഫോർ ഡിഫറെൻറ്റ് പേഴ്സൺ. എന്നാലും വായനയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതങ്ങ് കുറേ കാലം മുമ്പ് തുടങ്ങും. നമ്മുടെ ആ മനുഷ്യൻ ഗുഹകളിൽ ജീവിക്കുന്ന കാലം തൊട്ട് തുടങ്ങും വായനയുടെ ചരിത്രം. ആളുകൾ ചിത്രങ്ങൾ എഴുതി വെക്കും. അത് പക്ഷേ വെറും സന്ദേശ കൈമാറ്റങ്ങൾ മാത്രമായിരുന്നു. പിന്നെ നമ്മുടെ നാഗരികതയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി അക്ഷരങ്ങളും ലിപികൾ രൂപപ്പെട്ടു. ആദ്യമായിട്ട് ഇവിടെ മെസൊപ്പൊട്ടേമിയയിൽ ലിപികൾ രൂപപ്പെട്ടു. പിന്നെ ഈജിപ്തിൽ വേറെ ലിപികൾ ഉണ്ടാക്കി. നമ്മുടെ സിന്ധു നാഗരിക ആ കാലഘട്ടത്തിലും ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടായി. അങ്ങനെ അക്ഷരങ്ങളും ലിപികളും വന്ന പ്രകാരം വായന കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തുടങ്ങി. എഴുതപ്പെടാനും അത് വായന കൂടുതൽ ആളുകളിലേക്ക് എത്താനും തുടങ്ങി. അങ്ങനെ ആ വരുന്ന കാലഘട്ടത്തിൽ എത്രയോ വളരെ പ്രധാനമായ എഴുത്തുകളും നടന്നെങ്കിലും അതെല്ലാവർക്കും പ്രാപ്യമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ എല്ലാവരിലേക്കും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് ആളുകളിൽ മാത്രം വായന, എഴുത്ത്, അങ്ങനെയുള്ള ഒരു വർഗാധിപത്യം വായനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം. കാരണം രാജാക്കന്മാർ, മതപണ്ഡിതന്മാർ, ഉന്നത കുലജാതർ, അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗം കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമായിട്ട് വായനയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രം മതി. അവർക്ക് മാത്രമേ പഠിക്കാൻ പോലും സാധിക്കുന്നുള്ളായിരുന്നു. ആ കാലഘട്ടത്തിൽ വളരെ സാധാരണക്കാരനോ പാവപ്പെട്ടവനോ പഠിക്കാൻ പോലും സാഹചര്യമില്ലാത്ത കാലഘട്ടത്തിൽ വായന ഒരു വർഗാധിപത്യ സ്വഭാവമുള്ളതായിരുന്നു. പിന്നെ വായന ഒരു ജനാധിപത്യ രൂപം, ഇന്ന് നമ്മൾ കാണുന്ന പോലെ വായനയ്ക്ക് ഒരു ജനാധിപത്യ രൂപം വന്നത് ഈ പ്രസ് തുടങ്ങിയതിന് ശേഷമാണ്. നമ്മുടെ
പ്രിന്റിംഗ് പ്രസ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ചടി കണ്ടുപിടിച്ചതിന് ശേഷമാണ് വായനയ്ക്കൊരു ജനാധിപത്യ സ്വഭാവവും പിന്നെ പൊതുവിദ്യാഭ്യാസം ശക്തമായതോടുകൂടി വായന എല്ലാവരിലേക്കും എത്തുക എന്നുള്ള കാലത്തിലേക്ക് എത്തി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന വായനയുടെ വിപ്ലവം നടന്നിട്ടുള്ളത്. അങ്ങനെ വായന ഒരു വിപ്ലവകരമായ മാറ്റത്തിലേക്ക് ജനാധിപത്യ രീതിയിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു പേരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് നിങ്ങളെ സെക്കൻഡ് ലാംഗ്വേജ് വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് മലയാളം വിദ്യാർത്ഥികളും കുറേ ഉണ്ടല്ലോ അതിനകത്തില്ലേ, മലയാളം വിദ്യാർത്ഥികളില്ലേ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ അല്ലെ? പഠിച്ചിട്ടില്ലേ? ഇല്ലേ? കേട്ടില്ലേ? ഇല്ലേ? മലയാളം ഇല്ലേ ഇതിനകത്ത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്നുള്ള രീതി നമ്മൾ പഠിച്ചു കാണും. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ നമ്മൾ കാണുന്നത് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവായിട്ട്, മഹാഭാരതം കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവായിട്ട്, ഭാഗവതം കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവായിട്ട് ഒരു ഭക്തി മാർഗത്തിലുള്ള കാര്യങ്ങൾ എഴുതിയ ഒരാളായിട്ട് ആണ് നമ്മൾ എഴുത്തച്ഛനെ നമ്മൾ പൂർണ്ണമായും കാണുന്നത്. എന്നാൽ എഴുത്തച്ഛൻ പൂർണ്ണമായിട്ടും നമ്മൾ അറിയുന്നതിലപ്പുറത്തേക്കുള്ള വ്യക്തിവിശേഷങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ പേര് പോലും ശരിയായിട്ടുള്ള പേരല്ല നമ്മൾ പറയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും കൃഷ്ണൻ എന്നാണ്. കൃഷ്ണൻ എന്നുള്ള പേര് രാമൻ്റെ അനുജനായതുകൊണ്ട് രാമാനുജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണൻ എന്ന് പേരുള്ളതാണ് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൊക്കെ പറയപ്പെടുന്നത്. പക്ഷെ നമുക്കിപ്പോഴും അദ്ദേഹം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഭക്തി പ്രസ്ഥാനത്തിനുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ നമ്മൾ അറിയുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് അദ്ദേഹം വലിയൊരു സോഷ്യൽ റിഫോർമറായിട്ട് ആ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ചിന്തകൾ ആദ്യമായി പറഞ്ഞ ഒരാളാണ്. എഴുത്തച്ഛനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആ കാലഘട്ടം കൂടി ഓർക്കണം. കേരളത്തിലെ ജാതി വിവേചനം കൊടികുത്തി വാഴുന്ന കാലത്ത് താഴ്ന്ന ജാതിക്കാർക്കും മറ്റുള്ളവർക്കും പഠിക്കാനേ അവസരമില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 1500കളിൽ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ്റെ സാഹചര്യത്തിൽ അദ്ദേഹം എഴുതിയ ഹരിനാമകീർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയൊരു കാര്യമുണ്ട്. ഋതുവായ പെണ്ണിനും എരപ്പനും പതിതനും ദാഹകനും അഗ്നി അജനം ചെയ്ത ഭൂസുരനും നരനായി ജനിച്ച് ഭൂവി മരിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാവണം ഹരിനാമ കീർത്തനം നാരായണോ നമ എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിലെ അത്രയും ജാതി വിവേചനവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവും നിലകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചതാണ് ഇത്. പൊതുവായ പെണ്ണിനും ഈ കാലഘട്ടത്തിൽ പോലും പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന ആ ഒരു വിഭാഗത്തിനെ അവർക്ക് വേണ്ടിയും പിന്നെ എരപ്പനും എരന്നു നടക്കുന്നവനും ദരിദ്രനും പതിതനും അങ്ങനെയുള്ള എല്ലാവർക്കും വായിക്കാനും പറയാനുമുള്ളതാണ് ദൈവനാമം എന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞ എഴുത്തച്ഛനേക്കാളും വലിയ സോഷ്യലിസവും ഒന്നും ഇവിടെ ഒരു കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും സോഷ്യലിസ്റ്റുകാരനും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ആരെയും ഓർമ്മിപ്പിക്കാറില്ല എന്നതാണ് സത്യം. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് എഴുത്തച്ഛനെ പല കാലഘട്ടങ്ങളിലായി നാട് കടത്തി. നമ്മുടെ സാമൂതിരി വരെ അദ്ദേഹത്തെ കോഴിക്കോട് രാജാവായ സാമൂതിരി വരെ നാട് കടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠിത്തം മുഴുവൻ പൂർത്തീകരിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ പണ്ടും ഈ ജാതി വിവേചനം വളരെ കുറവുള്ളൊരു കാലഘട്ടമായിരുന്നു. അന്ന് അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി പഠിച്ചു. അദ്ദേഹത്തെ അതിന് സഹായിച്ചത് ജലാലുദ്ദീൻ മൂപ്പൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ജലാലുദ്ദീൻ മൂപ്പൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി പഠിച്ച് ഇവിടെ വന്നത്. അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് നാട്ടിലൊരു പഠനശാല നിർമ്മിക്കാൻ സഹായിച്ചതും അദ്ദേഹത്തിൻ്റെ ജലാലുദ്ദീൻ മൂപ്പൻ്റെ മകനായിരുന്നു. അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന തുഞ്ചത്ത് എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉള്ള പാഠശാലകളെല്ലാം നിർമ്മിക്കപ്പെട്ടത് അങ്ങനെയാണ്. നിർത്താനായോ? ഉറക്കെ വന്നോ? ജസ്റ്റ് നിർത്താനേ? കുറച്ച് മുക്കാൽ. ഓക്കെ 5 മിനിറ്റിന് മുമ്പ് വിടാം. അപ്പം ഇപ്പം തന്നെ മതിയായി. ഇപ്പം നമ്മൾ വായന കുറവാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ വായനയുടെ
രൂപം മാറി, വായനയുടെ ഭാവമാണ് മാറിയത്. അല്ലാതെ വായന കുറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലവിൽ ഒരു 300-ിലധികം പബ്ലിഷേഴ്സ് ഉണ്ട്, 300-ിലധികം പുസ്തക പ്രസാധകരുണ്ട്. 300-ിലധികം പുസ്തക പ്രസാധകരും അവരുടെ പുസ്തകങ്ങളൊക്കെ ഈ നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ വിറ്റ് പോകുന്നുണ്ട്. നമ്മുടെ മാഗസിനുകൾ പലതും ഉണ്ട്, അതെല്ലാം അത്യാവശ്യം ആളുകൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആളുകളെ വായന കുറഞ്ഞതല്ല, വായനയുടെ രൂപം മാറിയതാണ്. അത് പല ആൾക്കാരും മൊബൈൽ ഫോണിൽ PDF ആയിട്ട് വായിക്കുന്നു, ചില ആൾക്കാർ ബ്ലോഗുകൾ വായിക്കുന്നു, മറ്റു ചില ആൾക്കാർ അതിൻ്റെ വേറെ രീതികൾ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓഡിയോ ബുക്കുകളിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം വായനയുടെ രൂപം മാറുന്നു. പക്ഷെ അതിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പരന്ന വായനയായി മാറുന്നു. ആഴത്തിലുള്ള വായന അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ആഴത്തിലുള്ള വായനയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഭൗതിക ശേഷി വർദ്ധിക്കുന്നതിൽ ആഴത്തിലുള്ള വായന പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. നമ്മുടെ ഫോണിൽ വായിക്കുന്നത് വളരെ കുറവാണ് ആൾക്കാർ. കാരണം ചെറിയ അക്ഷരങ്ങളായതുകൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും താല്പര്യം റീൽസ് കാണാനും ഷോർട്സ് കാണാനും ഒക്കെയാണ് നമ്മൾ മൊബൈൽ ഫോണിലേക്ക് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിന് അഡിക്റ്റ് ആവുന്നത്. അങ്ങനെ അഡിക്റ്റ് ആവുന്നത് കൊണ്ട് ഉള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ചോർച്ച സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളൊരു പുസ്തകം ഫോണിൽ വായിക്കുക എന്നതുള്ളതിനേക്കാൾ കൂടുതൽ മറ്റ് റീൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ തുടർച്ചയായി കാണുമ്പോൾ ഭൗതിക ചോർച്ച സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഫ്ലിൻ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഫ്ലിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ 100 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ 10 വർഷം കഴിയുമ്പോഴും ജനിക്കുന്ന കുട്ടികളുടെ IQ ഒരു 2 പോയിന്റ് 3 പോയിന്റ് വെച്ചിട്ട് കൂടുന്നുണ്ടായിരുന്നു. ഓരോ 10 വർഷം കഴിയുമ്പോഴും ജനിക്കുന്ന കുട്ടികളുടെ IQ 2-3 പോയിന്റുകൾ വെച്ച് കൂടുന്നുണ്ടായിരുന്നു. എന്നാൽ 2000-ന് ശേഷം ജനിക്കുന്ന കുട്ടികളുടെ IQ 2 മുതൽ 4 പോയിന്റ് വരെ കുറയുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ ഭൗതികമായ വളർച്ചയെ അത് വല്ലാതെ അധികം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ വായനയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം എഴുത്തുകാരെ പറ്റി തന്നെയാണ്. എഴുത്തുകാരില്ലാതെ വായനയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന എഴുത്തുകാർ നമ്മുടെ ചരിത്രം മുതൽ ഉണ്ട്. അവരോരോരുത്തരുടെയും പ്രവർത്തനം, അവരുടെ ഓരോരുത്തരുടെയും ചിന്തകളാണ് നമ്മൾ ഇന്ന് കാണുന്ന നമുക്ക് താല്പര്യമുള്ള വായനകളും പുസ്തകങ്ങളുമായി മാറിയിട്ടുള്ളത്. അതിന് ഓരോ വായനാ ദിനത്തിലും നമ്മൾ PN പണിക്കരെയൊക്കെ ഓർക്കുന്ന പോലെ നമ്മുടെ വായനയിലേക്ക് അടുപ്പിച്ച, നമുക്ക് താല്പര്യം കൂടി ഉണ്ടാവണമല്ലോ വായിക്കാൻ, അങ്ങനെ വായനയിലേക്ക് അടുപ്പിച്ച വായനക്കാരെയും ഓർത്തുകൊണ്ട് വായനാ ദിനത്തിൽ ഇങ്ങനെയൊരു നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.